ഹലോ, ഗുഡ് മോർണിംഗ്, ഗുഡ് ആഫ്റ്റർനൂൺ, ഗുഡ് ഈവനിംഗ്, ലേഡീസ് ആൻഡ് ജെന്റിൽമെൻ. വെൽക്കം ടു മൈ ചാനൽ ഗൈസ്. എന്തൊക്കെയുണ്ട്? സുഖമായിരിക്കുന്നു പ്രതീക്ഷിക്കുന്നു. ഭയ ഭക്തി ബഹുമാനം ഭ ഭ ഭ സ്റ്റാറിംഗ് ദിലീപ്, വിനീത് ശ്രീനിവാസൻ, ധ്യാൻ ശ്രീനിവാസൻ. കഴിഞ്ഞിട്ടില്ല. പിന്നെ യാറ് 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 say the name, say that one name, the one and only Mohan Lal. ഹൈഷ് ആ പേര് ഞാൻ ഇങ്ങനെ തന്നെ പറയാൻ കാരണം அந்த பேருக்கு இருக்கிற கத்து, அந்த பேருக்கு இருக்கிற வெயிட், அது ரொம்ப 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 പെരുസുതാ. ഈ പടത്തിന് അത്യാവശ്യം നല്ല ഹൈപ്പ് ഉണ്ട്. ഓഫ് കോഴ്സ് ദിലീപ് ഈസ് ദർ, ബട്ട് കൂടെ മോഹൻലാൽ ദ എൽ ബ്രാൻഡ്, ഇവർ രണ്ടുപേരും കൂടി ഒരുമിച്ച് വരുന്ന സമയത്ത് ഈ പടത്തിനുണ്ടാവുന്ന ഹൈപ്പ് ഉണ്ടല്ലോ, അത് നോർമലി ഉള്ളതിനെക്കാട്ടിലും റൊമ്പ പെരുസുത എന്നുള്ളത് ഒരു വലിയ റിയാലിറ്റി തന്നെയാണ്. അത് നമ്മൾ തീർച്ചയായിട്ടും എടുത്തു പറയണം, അത് അഡ്മിറ്റ് ചെയ്യേണ്ട കാര്യം തന്നെയാണ്. എനിവേസ്, ലെറ്റ്സ് wait for the movie. Let's watch the trailer. I am sorry, ക്രിഞ്ച് ആയിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കുക, എക്സാജറേറ്റ് ചെയ്ത പോലെ നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കുക പ്ലീസ്. ഇത് മൊത്തത്തിലൊരു മാഡ്നസിന്റെ പരിപാടിയാണല്ലോ, പടമേ മാഡ്നസ് ആണ്. അപ്പൊ പിന്നെ നമ്മളും കുറച്ച് മാഡ് ആവണമല്ലോ കുട്ടാ. ട്രെയിലർ കാണാം. യെസ്, നമസ്കാരം. നിങ്ങൾക്ക് എന്നെ മനസ്സിലാക്കാം, കാരണം ഇപ്പൊ ഈ നാട്ടിൽ എന്റെ മുഖചിത്രമാണ്. തല പിടിച്ചതിന് ശേഷം നമ്മളിങ്ങനെ തന്നിമത്ത കെട്ടി പോലെ I will take you to the miraculous universe of the most wanted person you are searching for. വീണ്ടും സാധാരണക്കാരൻ അതിപ്പോ പറയാൻ കഴിയില്ല. ജനങ്ങൾ മുഴുവനും നിനക്ക് വേണ്ടി ആർപ്പൊളിക്കണം. എല്ലാവരുടെയും ഇതവന്റെ ഒടുക്കത്തെ കളിയാ. ഇതോടെ അവന്റെ ഷോയ്ക്ക് ഞാൻ കാർട്ടൻ എടുത്തു. അവനും അണ്ണനും ഒരുമിച്ച് ചെയ്ത കാര്യങ്ങൾ പൊളി മോഹൻലാൽ. Wow. മതിയാ. വൈബ് സാധനം പൊളിച്ച് ട്രെയിലർ കണ്ടോർത്തോളം നല്ല രസമുണ്ട്. ഇത് മൊത്തത്തിൽ എന്താ അറിയും, ഞാനും ആ വൈബിലിരിക്കുകയാണ്. ടു ബി ഫ്രാങ്ക്, ഞാനും ആ വൈബിൽ മൊത്തം ഒരു മാഡ്നസ് വൈബിൽ തന്നെയാണ് ആക്ച്വലി ഇരിക്കുന്നത്. കാരണം അവര് തന്നെ പറയുന്നുണ്ട്, ഇത് മൊത്തത്തിലൊരു മാഡ്നസ് ആണ്, ലോജിക് ഇല്ല, മൊത്തത്തിലൊരു പ്രാന്ത് പരിപാടിയാണ്. അപ്പൊ നമ്മളും ആ ഒരു മൂഡിലിരിക്കുക, തിയേറ്ററിൽ കയറുന്ന സമയത്ത് നമ്മളും ആ മൂഡിലേക്ക് ഒഴുകി ചേരുക എന്ന് പറയുന്ന ഒരു കാര്യമാണല്ലോ. അപ്പം ഭ്രാന്ത് ആവട്ടെ, അടിപൊളിയാവട്ടെ, വിചാരിച്ച പോലെ തന്നെ ആവട്ടെ. ലാലേട്ടൻ, ദിലീപ് ഏട്ടൻ, എവറിത്തിങ് പൊളി വരട്ടെ. ലെറ്റ്സ് വെയിറ്റ് ഫോർ ദ മൂവി. എന്തായാലും വിധി വന്നതിന് ശേഷം ദിലീപിന്റെ ഇറങ്ങുന്ന ആദ്യത്തെ പടം. ഈ വിധിയായിട്ട് ബന്ധപ്പെട്ടിട്ട് ഒരുപാട് ആൾക്കാർക്ക് പലതരത്തിലുള്ള അഭിപ്രായങ്ങൾ ഉണ്ടാവും. പലരും ആ വിധിയോട് യോജിക്കുന്നവരുണ്ട്, വിയോജിക്കുന്നവരുണ്ട്. ദിലീപിനോട് ഭയങ്കരമായ ദേഷ്യം തോന്നുന്ന ആൾക്കാർ ആക്ച്വലി ഉണ്ട് എന്നുള്ളത് ഒരു റിയാലിറ്റി തന്നെയാണ്. അത് ഓരോരുത്തരുടെ വ്യക്തിപരമായിട്ടുള്ള കാഴ്ചപ്പാടാണ്, നമുക്കൊന്നും ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റില്ല.
അപ്പോ ദിലീപിനോട് താല്പര്യമില്ലാത്ത ആൾക്കാര് ഒബ്വിയസ്ലി ഈ പടം കാണില്ല എന്നുള്ളൊരു തീരുമാനം എടുത്തിട്ടുണ്ടാവും. ചിലപ്പോൾ കാണുമായിരിക്കും, ബട്ട് കാണില്ല എന്നൊരു തീരുമാനമൊക്കെ പലരും എന്താ പറയാ അവിടെ ഇവിടെയൊക്കെ പറയുന്നത് നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ അത് ഓരോരുത്തരുടെ ചോയ്സ് ആണ്. ബട്ട് എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ എന്റെ നിലപാട് പറയാം. കേസ് ഒരു സൈഡിൽ കൂടെ ഉണ്ട്. വിധി വന്നു, ഈ കോടതിയിൽ കുറ്റവിമുക്തനായി. ഇനി ഇതിന്റെ മേളിൽ കോടതി ഉണ്ട്, അത് പ്രോസിക്യൂഷൻ എന്താ പറയാ ഇതിന് അപ്പീലിന് അവര് പോവും. അവരവിടെ തെളിവുകളും പരിപാടികളൊക്കെ വെച്ച് വർക്ക് ചെയ്യട്ടെ. അവിടെ അവർക്ക് ഉറപ്പുണ്ട് ദിലീപാണ് കുറ്റക്കാരൻ എന്നുണ്ടെന്നുണ്ടെങ്കിൽ അവരവിടെ തെളിയിക്കട്ടെ, ശിക്ഷിക്കപ്പെടട്ടെ. ദിലീപ് ആണെങ്കിൽ ദിലീപ് ശിക്ഷിക്കപ്പെടട്ടെ, ദിലീപ് അല്ലെങ്കിൽ ആര് എന്നുള്ളൊരു ചോദിച്ചിന് അവിടെ ഉണ്ട്. ആരാ വെച്ചാൽ കണ്ടുപിടിക്കട്ടെ, കുറ്റവാളി ശിക്ഷിക്കപ്പെടട്ടെ എന്നുള്ളത് തന്നെയാണ് നമ്മുടെ അഭിപ്രായം. അപ്പൊ കേസുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ചർച്ചകൾ അപ്പുറത്ത് നടക്കും. നമ്മളാണെങ്കിലും അഭിപ്രായങ്ങളും കാര്യങ്ങളൊക്കെ ഒരു സൈഡിൽ കൂടെ പറയും. അതിനൊന്നും നമുക്ക് യാതൊരു മുടക്കോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള നിലപാടുകളോ അങ്ങനെ അതിനൊന്നും ഇല്ല. നമുക്ക് വെയിറ്റ് ചെയ്യാം കേസിന്റെ കാര്യങ്ങളൊക്കെ. ബട്ട് സിനിമ എന്ന് പറയുന്നത് വേറെ തന്നെ ഒരു ലീഗാണ്. അപ്പൊ സിനിമ അല്ലെങ്കിൽ ഇതൊക്കെ കൂടി കൂട്ടിക്കുഴയ്ക്കാൻ ആസ് എ പ്രേക്ഷകൻ എനിക്ക് താല്പര്യമില്ല. കാരണം സിനിമ ഈസ് ആൻ ആർട്ട്. ആ ഒരു ആർട്ടിനെ എനിക്ക് വെറുക്കാൻ വയ്യ. കാരണം ഇതിന്റെ അകത്തൊരു ദിലീപ് മാത്രമല്ല, വേറെ നടന്മാരുണ്ട്, അതിന്റെ അകത്ത് വേറെ ടെക്നീഷ്യൻസ് ഉണ്ട്, ഒരുപാട് ആൾക്കാർ ഇതിന്റെ അകത്ത് എഫേർട്ട് ഇട്ടിട്ടുണ്ട്, വർക്ക് ചെയ്തിട്ടുണ്ട്. സോ സിനിമ എന്നുള്ളൊരു സംഭവത്തെ ഒരുപാട് ആൾക്കാരുടെ വർക്കായിട്ടാണ് ഞാൻ കാണുന്നത്. സോ എന്നെ സംബന്ധിച്ചിടത്തോളം അത് ഞാൻ കാണാതിരിക്കുക അല്ലെങ്കിൽ ഈ ഒരു കേസ് അങ്ങനെ ഞാൻ എടുക്കാൻ വേണ്ടിയിട്ട് താല്പര്യപ്പെടുന്നില്ല. സിനിമ എന്തായാലും പേഴ്സണലി ഞാൻ കാണും, നല്ലതാണെങ്കിൽ നല്ലതെന്ന് പറയും. ഒക്കെ ആ സിനിമയെ അടിസ്ഥാനപ്പെടുത്തിയിട്ടായിരിക്കും. ദാറ്റ്സ് ഇറ്റ്. അപ്പോ പടം വരട്ടെ, പൊളിക്കട്ടെ, ഉഷാറാവട്ടെ, അടിപൊളിയാവട്ടെ. പിന്നെ ഇത് ഹിറ്റാവണം. ഇത് ഒന്നാമത്തെ കാര്യം, ഇത് ഇന്ത തിരുമ്പി വെറുതെ അല്ലെങ്കിൽ ഇന്ത പുടിക്കും, എന്താണ് പറയുക, തൂക്കിയടിക്കും എന്ന് തന്നെയാണ് നമ്മളൊരു വിശ്വാസം. ഈ പടം ഇത് പൊളിച്ചില്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ പിന്നെ പാടായിരിക്കും. ഇത് നന്നായില്ലെങ്കിൽ നെഗറ്റീവ് റെസ്പോൺസ് ഒക്കെയാണ് വരണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ പിന്നെ പാടായിരിക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഒരു വലിയൊരു കംബാക്ക് എന്നൊക്കെ പറയുമ്പോൾ നല്ല രീതിയിൽ സ്ക്രിപ്റ്റും കാര്യങ്ങളും ഒക്കെ കാര്യമായിട്ട് വർക്ക് ചെയ്ത് ഒരു ഗ്യാപ്പൊക്കെ എടുത്ത് അങ്ങനെയൊക്കെ വരേണ്ട സാഹചര്യത്തിലേക്ക് എത്തും ഇഫ് ഇത് വർക്ക് ആയില്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ. എനിവേസ് പടം നന്നാവട്ടെ. കാരണം നമ്മൾ പ്രേക്ഷകരാണ്, നമ്മൾ സമയം മാറ്റി വെച്ച് സിനിമ കാണാൻ വേണ്ടി പോകുന്നു, പൈസ ചെലവാക്കിയിട്ട് കാണാൻ വേണ്ടി പോകുന്നു. സോ നമുക്ക് അറ്റ് ദ എൻഡ് ഓഫ് ദി ഡേ ആ സിനിമ കണ്ട എന്റർടൈൻമെന്റ് നമുക്ക് കിട്ടിയാൽ മാത്രമാണ് നമുക്ക് സാറ്റിസ്ഫാക്ഷൻ ഉണ്ടാവുക, നമുക്കൊരു ലാഭം എന്നുള്ള രീതിയിൽ പറയാൻ വേണ്ടി പറ്റിയത്. സോ അത് അങ്ങനെ ആവട്ടെ. ഞാൻ വീണ്ടും പറയുന്നു, കേസ് ഒരു സൈഡിൽ കൂടെ ഇതാവുന്നു. എന്താ പറയാ, എന്തായാലും ഈ കോടതി കുറ്റവിമുക്തനായി. നമുക്ക് കോടതി പറയുക എന്ന് പറയുന്ന സമയത്ത് നമുക്ക് അതിനെ എന്താണ് തെളിവുകൾ കാര്യങ്ങളൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന കാര്യങ്ങളാണ്. അപ്പോ നമുക്കറിയില്ല എന്തൊക്കെ തെളിവുകളാണ് അവിടെ കുറവ് വന്നത്, അതാ മറ്റേ കേസിന്റെ സംഗതികളൊക്കെ അപ്ലോഡ് ചെയ്യും അവര്. ആ സമയത്ത് നമുക്ക് അത് കണ്ടു കഴിഞ്ഞാൽ മാത്രമാണ് അതിന്റെ കാര്യകാരണങ്ങൾ അറിയുക, എന്തുകൊണ്ട് ഇവിടെ കുറ്റവിമുക്തനായി അല്ലെങ്കിൽ എന്തിന്റെ ഒക്കെ കുറവുകളായിരുന്നു ഉണ്ടായിരുന്നു എന്നുള്ളതൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് അപ്പോഴേ മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുള്ളൂ. സോ കുറ്റവിമുക്തനായി, അത് കോടതിയിൽ നിൽക്കുന്ന കാര്യമാണ്, അതിനെ അങ്ങനെ കാണുക എന്നുള്ളത് മാത്രമേ പറയാനുള്ളൂ. ഇതിന്റെ മുകളിൽ കോടതികൾ കാര്യങ്ങളൊക്കെ ഉണ്ട്, അവിടെ പുള്ളി കുറ്റക്കാരനാണെങ്കിലും ശിക്ഷിക്കപ്പെടട്ടെ. പുള്ളി അല്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ അതായത് പ്രോസിക്യൂഷനോ അതിന് കാര്യമായിട്ട് ഈ കേസിൽ വർക്ക് ചെയ്യട്ടെ. ദിലീപ് അല്ലെങ്കിൽ വേറെ ആരാണെന്നുണ്ടെങ്കിൽ അത് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് സാധിക്കട്ടെ. ദിലീപ് ആണെങ്കിൽ ശിക്ഷിക്കപ്പെടട്ടെ, ദിലീപ് അല്ലെങ്കിൽ ആരാണ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് പറ്റട്ടെ. യഥാർത്ഥത്തിലുള്ള കുറ്റവാളി ശിക്ഷിക്കപ്പെടുക എന്നുള്ളൊരു സംഭവമാണ് ഇതിന്റെ അകത്ത് പ്രധാനം. കാരണം നടിക്ക് നീതി എന്ന് പറഞ്ഞ സാധനം കിട്ടണം എന്നുണ്ടെങ്കിൽ അവിടെ ഇതിന്റെ മാസ്റ്റർ മൈൻഡ് ആരാണ് എന്നുള്ളൊരു സംഭവം കണ്ടുപിടിക്കണം. 6 പേര് ശിക്ഷിക്കപ്പെട്ടു, എന്തായാലും 6 പേര് ശിക്ഷിക്കപ്പെട്ടു. അത് വലിയ കാര്യം തന്നെയാണ്. കാരണം ഡയറക്റ്റ്ലി ഇൻവോൾവ്മെന്റ് ഉള്ള ആൾക്കാരാണ്, അവർക്ക് വേണ്ട വലിയ ശിക്ഷ തന്നെ ആക്ച്വലി കിട്ടണം. പക്ഷെ അവരെ കൊണ്ട് ചെയ്യിച്ചതാര്? എന്തായാലും 8ാം പ്രതിയായിരുന്ന ദിലീപ് കുറ്റവിമുക്തനായി. ഈഫ് ദിലീപ് അല്ലെങ്കിൽ ആര് എന്നുള്ളൊരു ചോദിച്ചിട്ടുണ്ട്. അത് തെളിയിക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. അത് ആര് എന്നുള്ളത് കൃത്യമായി തെളിഞ്ഞാൽ മാത്രമാണ് ഒരു നീതി എന്ന് പറയുന്ന സംഭവം കിട്ടി എന്നുള്ള രീതിയിൽ നമുക്ക് പറയാൻ വേണ്ടിയിട്ട് പറ്റുക. സോ അത് വേറെ കാര്യം, ഞാൻ ഇതിൻ്റെ അകത്ത് പറഞ്ഞു എന്ന് മാത്രം.